അപ്പോൾ ചങ്ങന്മാരെ, നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് iPhone 12 മിനിയാണ്. ഇത് അപ്ഡേഷൻ ചെയ്തിട്ട് വന്ന ലൈനല്ല, ഇതൊരു ഷോപ്പിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ ഈ ചാർജിങ് സംബന്ധമായിട്ട് ഇഷ്യൂ ആയിട്ട് ഫോൺ അയക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ലൈൻ വരിക. അതായത് iPhone 12 മുകളിലേക്ക് ഈ ഒരു കേസ് കാണാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലെ 12 Pro Max വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒട്ടുമിക്ക പ്രോ ടെക്നീഷ്യന്മാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒന്നെങ്കിൽ ഒരു വട്ടെങ്കിലും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് മാത്രം. എന്നെ സംബന്ധിച്ച് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ റിവ്യൂവിലുള്ള ഒട്ടുമിക്ക ടെക്നീഷ്യന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് അധികം അറിയാത്തതുകൊണ്ടാണ്. ഒരൊട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരു വിട്ടുന്നു. പക്ഷേ നമ്മളത് ലൈൻ കളയാൻ നോക്കി, പക്ഷേ പോണില്ല. പിന്നെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ലൈൻസ് ഒഴിവാക്കണം, മെഷീൻ വെച്ച് ചെയ്യണം. അതിന് ഏകദേശം ഒരു 10-12 ലക്ഷം രൂപ വരുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലില്ല. അത് നമ്മൾ തുണക്കാരം സൗദിയിൽ ചെയ്യുന്നുണ്ട്. അവിടേക്ക് കൊടുത്തേക്ക് അറിയുമ്പോൾ അതും പെട്ടെന്ന് നടക്കാൻ ഇടയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡിസ്പ്ലേ മാറി കഴിഞ്ഞാൽ അൺനോൺ പാട്ട് വരും, സ്വാഭാവികമായിട്ടും. ഞാൻ ഇതിൻ്റെ അൺനോൺ പാട്ട് റിമൂവ് ചെയ്തു. എങ്ങനെ വെച്ചാൽ എല്ലാവരും ഇതിൻ്റെ സ്ട്രിപ്പിൻ്റെ 4 ഭാഗം മറച്ച് വെച്ചിട്ട് ഐസി ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അൺനോൺ പാട്ട് ഒഴിവാക്കാറ്. ഞാനതല്ല ചെയ്ത്. ഞാൻ എന്ത് ചെയ്തു, ആ ഐസി അതിന് റിമൂവ് ചെയ്തു. പഴയതിന് റിമൂവ് ചെയ്ത് കീബോർഡ് വെച്ചു. പുതിയ ഡിസ്പ്ലേൻ്റെ അൺനോൺ ബട്ടൻ്റെ ഐസി ഞാൻ എന്ത് ചെയ്തു, ഹീറ്റ് അടിച്ചിട്ട് റിമൂവ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് റീഫിക്സ് ചെയ്തു. പ്രോപ്പറായിട്ട് എല്ലായിടത്തും ടച്ച് ഇട്ടിട്ടുണ്ട്. അൺനോൺ ബട്ടൺ മെസ്സേജ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രൂ ടോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൽ നിന്നുള്ള വർക്കുകൾ ഏത് രീതിയിൽ വർക്കാണെങ്കിലും, ഐഫോണിൻ്റെ കേസിൽ ഏത് രീതിയിൽ വർക്കാണെങ്കിലും നിങ്ങൾക്ക് എന്താ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത ഡിസ്പ്ലേ ഫുള്ളായിട്ട് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ലൈന് വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ബാക്കി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ള് വർക്കിംഗ് ആണ്. ഒറിജിനൽ ഡിസ്പ്ലേ, അതായത് റിമൂവ്ഡ് ഡിസ്പ്ലേ, ഐക്ലോഡ് തുടങ്ങിയ ഫോട്ടോ ഡിസ്പ്ലേ ആണ് ഈ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അവരുടെ കയ്യിൽ വെച്ചാൽ ബാറ്ററി ചാർജ് സ്റ്റോർ ആണല്ലോ, അതായത് ചാർജിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. ആ സമയത്ത് അയക്കുന്ന സമയത്താണ് ഈ ഡിസ്പ്ലേയിൽ ലൈൻ വന്നത്, അപ്ഡേഷനിൽ വന്നല്ല, അയക്കുന്ന സമയത്ത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് കേസിൽ നമുക്ക് ഈ വെച്ചിട്ട് നമുക്ക് അയക്കാറുണ്ട്. അതേപോലെ iPhone XS, XS 11 Pro അതൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറ്. പക്ഷേ ഈ 12 സീരീസിന് മുകളിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ ലൈൻ വരാം. കാരണം ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ വിടരും. അപ്പോൾ ഫ്രെയിമിൽ നിന്ന് വിടരുമ്പോൾ എന്താ ഈ ഭാഗത്ത് സ്ട്രിപ്പ് വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഈ ലൈൻ വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ഈ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്നോ അയക്കാൻ നോക്കുക. ഈ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും അയക്കരുത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ടൂൾ വാങ്ങിയിട്ട് ഇതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അയക്കുക. അങ്ങനെ അയക്കുമ്പോഴും ഒരു കാരണവശാലും ബ്ലേഡ് ഈ ഭാഗത്ത് വെക്കരുത്. ഈ സൈഡിൽ 2 സൈഡിൽ വെച്ചിട്ട് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്ട്രിപ്പ് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ ബ്ലേഡ് വെക്കുന്ന സമയത്ത് സ്ട്രിപ്പ് ഉള്ളിൽ കയറാൻ പാടില്ല, സ്ട്രിപ്പ് കട്ടായി പോകും. ഇങ്ങനെ ചെയ്യണം. ഈ ലൈന് വരുന്ന കാരണം അതാണ്, റീസൺ അതാണ്, അയക്കുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇനിയിപ്പോൾ നമുക്ക് അൺനോൺ പാട്ട് ഇല്ലാതെ ചെയ്യാം. അപ്പോൾ അൺനോൺ പാട്ടില്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രൂ ടോൺ ചെയ്തിട്ടുണ്ട്. ബാറ്ററി ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, അതേപോലെ ബോർഡ് വർക്ക്, സ്റ്റാർട്ടിങ് വർക്ക് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള വർക്കായാലും ഐഫോണിൻ്റെ കേസിൽ ഏത് രീതിയിൽ വർക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിന് വേണ്ടി ഡീറ്റെയിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം.